കാലം കടന്നുപോയി. ഞാൻ ഈ മനുഷ്യനോടൊപ്പം പല ഘട്ടങ്ങളിലും ചിലപ്പോൾ ഒരു ഫോൺ കോളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഒരു ഹായ് ബായ് പറയുന്ന റിലേഷൻഷിപ്പേ ഉള്ളൂ. പക്ഷേ എന്നാൽ എൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കാര്യം ഞാനും അറിയുന്നുണ്ട്, നിരന്തരമായി വിളിച്ചിട്ടില്ലെങ്കിൽ പോലും. പക്ഷേ അതൊരു തുടർച്ചയുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഈ സിനിമയുടെ ഒരു വല്ലാത്ത സിറ്റുവേഷനിലെത്തുന്നത്. ആ സമയത്ത് ഇദ്ദേഹം വേറൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ മധുവിനോട് ചോദിച്ചിട്ട് ചെയ്യുള്ളൂ, എനിക്ക് മധുവിനോട് സംസാരിക്കണം എന്നു. അങ്ങനെ ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ആൾക്കാർ എന്നെ വന്ന് കാണുകയും ഞാൻ ഈ മനുഷ്യനുമായിട്ട് ഒന്നിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിക്കപ്പെടുന്നതാണ്. അപ്പോൾ ആ തീരുമാനിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഈ മനുഷ്യന് വേണ്ടി ഉള്ള കാര്യങ്ങളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സിനിമ പെരുവഴിയിലാണ് ഒരർത്ഥത്തിൽ. അപ്പോൾ ഞാൻ തിരിച്ചു വർക്ക് കഴിഞ്ഞു, അവരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചു. പിറ്റേ ദിവസം പുള്ളി പുറത്തേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചു, വൈകുന്നേരം പിരിയുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ട്, മധുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു. അങ്ങനെ ഒന്നുമില്ല, എന്താ പ്രശ്നം? ഞാൻ വന്നത് ഇതെല്ലാം തീർന്നില്ല, ഒന്നുമില്ല, പ്രശ്നമില്ല. തിരിച്ച് എന്നാൽ കുഴപ്പമില്ല അതുകൊണ്ട് പടത്തിൻ്റെ കാര്യം എന്തായി? ഞാൻ നടക്കുന്നു ചേട്ടാ, കുഴപ്പമില്ലാതെ പോകും, കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കാറിൽ കയറി ഇപ്പോഴും ഗ്ലാസ് താത്തി ഞാൻ ശരിയെന്ന് പറയുമ്പോഴും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ പറയണമെന്ന്. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, കാരണം ഇതൊരു ചെറിയൊരു കോംപ്ലക്സിൻ്റെ അല്ല, ചെറിയൊരു മനസ്സ് എനിക്കുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അയാളുടെ എൻ്റെ കാര്യസാധ്യത്തിനായിട്ട് അയാളെ ഉപയോഗിക്കുക എന്ന് പറയുന്നൊരു പ്രവണത എനിക്കില്ല. ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്, പേടി പിടിക്കുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ഒന്നും പറഞ്ഞില്ല, എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞില്ല, വിട്ടു. രാവിലെ പുള്ളി എയർപോർട്ടിലേക്ക് പോകുന്നു. 4 മണി സമയമായപ്പോൾ എനിക്കൊരു ഫോൺ, ഞാൻ പോവുകയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് നിനക്ക്. കാരണം ഇന്നലെ രാത്രി പോയപ്പോഴും ഞാനും പുള്ളിയും വൈഫും കൂടെ സംസാരിച്ചപ്പോഴും അതിന് എന്തൊരു കാര്യമുണ്ടെന്ന് തോന്നുന്നു, എന്താണെന്ന് അന്വേഷിക്കണമെന്ന് അവളും പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അങ്ങനെ ഒന്നുമില്ല ചേട്ടാ, വിട്ടു. ഞാൻ എൻ്റെ ഈ സിനിമ റിലീസിൻ്റെ ഭാഗമായിട്ടുള്ള ടെൻഷനുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം അതിനുവേണ്ടി ഞാൻ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ നീങ്ങുന്നുണ്ട്. വല്ലാത്ത ടെൻഷനാണ് സത്യത്തിൽ പറഞ്ഞാൽ. ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്നു, അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യൻ സിനിമ ചെയ്യുന്നു. അപ്പോൾ ഇത് റിലീസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യയാണ് പറയുന്നത്, വൈഫ് പറഞ്ഞു, അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചക്കയാണോ മാങ്ങയാണോ എന്നറിയില്ല, മാർക്കറ്റിലേക്ക് ഈ ചാക്കിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്, ഇത് മാർക്കറ്റിലേക്ക് ഇറക്കി ചാക്ക് കെട്ടയച്ച് വെച്ചിട്ട് ഇത് ചക്കയാണ്, ഇത് മാങ്ങയാണെന്ന് കാണിച്ചു കൊടുത്താൽ മാത്രമാണ് ആളുകൾ വാങ്ങിക്കുക. നമുക്കിത് എന്തെങ്കിലും ചെയ്ത് പുറത്തിറക്കേണ്ടി വരും, പൈസ നമുക്ക് സംഘടിപ്പിക്കാം എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. സിനിമ സ്വപ്നമായി അവശേഷിച്ച നിമിഷം, പ്രയത്നം ഇരുട്ടിലേക്ക് വെളിച്ചം കാണാതെ പോകുമെന്ന് കരുതിയ നിമിഷം. ഒടുവിൽ ഒരു ദിവസം ഞാനിവിടെ അന്വേഷിച്ച് നടക്കുന്നു, ഒന്നും നടക്കുന്നില്ല, സാധ്യതകൾ കുറവാണ്, ഇത് ഇവിടെ അവസാനിക്കുമെന്ന് ഉറപ്പിക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ് ഞാൻ അന്ന് ചലച്ചിത്ര അക്കാദമി ബോർഡ് മെമ്പറായിരുന്നു. അക്കാദമിയുടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നു സെനറ്റ് ഹാളിൽ. വൈകുന്നേരം സെനറ്റ് ഹാളിൽ ആ പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിൻ്റെ ഫോൺ എനിക്ക് വരുന്നു. നമ്മളിവിടുത്തെ പുള്ളിയുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്, നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നീക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ശരി, നന്നായിട്ട്. എന്നാൽ റിലീസ് ചെയ്തതിൻ്റെ പടം വെച്ചു. ഞാൻ പറഞ്ഞു ഡേറ്റ് ഫൈനലൈസ് ചെയ്തിട്ടില്ല. പൈസയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് വെച്ചു. ആദ്യത്തെ ചോദ്യം അതാണ്. ഞാൻ ആകെ കൂടെ ഒരു വല്ലാത്തത് തന്നെ. ഒന്നും കുറച്ചുണ്ട്, നിനക്ക് എത്ര രൂപയാണ് വേണ്ടത് എന്ന് വെച്ചു. അപ്പോഴും ഞാൻ മിന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ നമ്മളറിയാതെ നമ്മൾ ഈശ്വരനെ കാണുകയാണ്, ഈശ്വരനെ അനുഭവിക്കുകയാണ്. ഞാൻ എൻ്റെ കാര്യം പറയാതെ പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു എത്ര രൂപ വേണ്ട. ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ ശരിക്കും സത്യത്തിൽ അതേ വിഷമത്തോടുകൂടി തന്നെ ഞാൻ എനിക്ക് വേണ്ട പൈസ ഇത്ര രൂപയാണ്, നാളെ രാവിലെ പൈസ കിട്ടും, ഞാൻ ആളിലേക്ക് കൊടുത്തു വിടാം. പിറ്റേ ദിവസം എനിക്ക് പൈസ കിട്ടാണ്, എൻ്റെ കാര്യങ്ങൾ നീങ്ങാണ്, പറഞ്ഞ ഡേറ്റിന് റിലീസാകുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ പടം സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു, ബെസ്റ്റ് ആക്ടർ കിട്ടുന്നു. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഉണ്ടാകുന്നു, ഞാൻ എന്താണെന്ന് തിരിച്ചറിയുന്നു.
ഞാൻ ഒന്നുമാകാതെ പോകാതിരിക്കുന്നതിന് പകരമായിട്ട് ഈശ്വരൻ നമ്മളെ അറിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, അവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ സുധിയോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് എൻ്റെ അസറ്റ്. സുധി അതാണ് എനിക്ക് തിരിച്ചിരിക. സുധി എൻ്റെ പെരുമാറ്റം അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് കിട്ടുക. ഞാൻ മോശമായിട്ടാണ് പെരുമാറിയ സുധി ഒരിക്കലും എന്നോട് എൻ്റെ അടുത്തേക്ക് വരില്ല. മനുഷ്യൻ ചെയ്യേണ്ടതും പരസ്പരമായിട്ട് കാണേണ്ടതും അതുതന്നെയാണ്. നിങ്ങളെ ഒരാൾ സഹായിക്കുന്നുവെങ്കിൽ, നിങ്ങളെ സഹായിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ സഹായം അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ അസറ്റാണ്, നീക്കിയിരിപ്പിൻ്റെ ബാക്കിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൻ്റെ ഫലമേ അതേ നമുക്ക് അനുഭവിക്കാൻ പറ്റും. സത്യത്തിൽ ഞാൻ അനുഭവിച്ചതും ഇത് തന്നെയാണ്. ഞാനോ അല്ലെങ്കിൽ എൻ്റെ മുമ്പിലുള്ളവരോ എനിക്ക് മുമ്പേ പോയിട്ടുള്ള ഞാൻ ഇടപെട്ടിട്ടുള്ള ആൾക്കാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും അല്ലെങ്കിൽ അവരർപ്പിച്ച മനസ്സുമാണ് എന്നെ ഇങ്ങോട്ട് എത്തിയത്. ഈ മനുഷ്യൻ പിന്നീട് എൻ്റെ കാര്യങ്ങളിൽ അറിയാമെങ്കിൽ പോലും, ഞങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ പോലും, ഇപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന, ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ആരോടെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കാണുക മാത്രമല്ല അയാൾ തൊട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയും. നമ്മുടെ ജീവിതത്തിലൊക്കെ ചില കാര്യങ്ങൾ ഒരു മൊമെൻറ്റിൽ ഒരു സങ്കടം വരുത്തുന്ന ഒരു നിമിഷം ഉണ്ടാവും ജീവിതത്തിൽ. സങ്കടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈക്കത്തെ എൻ്റെ ആ ദൈവം ഒരർത്ഥത്തിൽ എൻ്റെ സങ്കടം തിരിച്ചറിഞ്ഞതാണ്. സങ്കടം തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ സഹായിക്കുന്നത്. സങ്കടം തിരിച്ചറിയാൻ ഞാൻ അദ്ദേഹത്തോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അത് തിരിച്ചറിയുക, ആ തിരിച്ചറിവാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനാവുന്നതും മനുഷ്യൻ ദൈവമാകുന്നതും ഈ പറയുന്ന അർത്ഥത്തിലാണ്. കാരണം അത് തിരിച്ചറിയുമ്പോഴാണ് അദ്ദേഹം ദൈവമാകുന്നത്. അയാളെല്ലാം മനുഷ്യത്വമാണ് അത് തിരിച്ചറിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മളിതിനൊക്കെ ഈ പറയുന്ന എല്ലാ കർമ്മത്തിനും എല്ലാ പ്രവൃത്തികൾക്കും പിന്നിൽ ഒരു ആളുണ്ട്. അത് ആരോ ഒരാളാണ്, അദൃശ്യനായ ആ മനുഷ്യനാണ്, ആ ദൈവമാണ് നമ്മളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.